തിരുവനന്തപുരം, പത്തനംതിട്ട, പാലക്കാട് മണ്ഡലങ്ങളിൽ ബിജെപിക്ക് സാധ്യതയെന്ന് എൻഡിഎ ദേശീയ നേതൃത്വം നടത്തിയ സർവേയിൽ സൂചന. ശബരിമല വിശ്വാസങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും പവിത്രതയോടെ കാക്കുമെന്ന് ഉറപ്പു നൽകിയ ബിജെപിക്ക് ശബരിമല കർമ്മസമിതിയുടെയും അയ്യപ്പ സേവാ സമാജത്തിന്റെയും പിന്തുണ ഉറപ്പായതോടെയാണ് വിജയത്തിന് വഴിതെളിഞ്ഞത്. തിരുവനന്തപുരം, പത്തനംതിട്ട, പാലക്കാട് മണ്ഡലങ്ങളിൽ ഇടതു വലതു മുന്നണികൾ വിയർപ്പൊഴുക്കി തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർമ്മസമിതിയുടെ കൂറ്റൻ ഹോർഡിങ്ങുകൾ ഉയർന്നു കഴിഞ്ഞു. തിരുവനന്തപുരം, പാലക്കാട്, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ ബിജെപിക്ക് മാതൃഭൂമി ചാനൽ സാധ്യത കൽപ്പിച്ചതോടെ പ്രവർത്തകർ കൂടുതൽ ഊർജ്ജസ്വലരായി. വീടുകൾ കയറിയിറങ്ങി ലഭിക്കാവുന്ന ഓരോ വോട്ടും പെട്ടിയിലാക്കുകയാണ് ബിജെപി. ഇതിന് പിന്നാലെയാണ് ദേശീയ തലത്തിലുള്ള നിഗമനങ്ങളും പുറത്തു വന്നത്. ശബരിമല വിഷയം തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ദേശീയ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ അയ്യപ്പ ഭക്തന്മാർ തീരുമാനിച്ചത്. ലോക്സഭയിൽ ഒരൊറ്റ സീറ്റ് പോലും നേടിയില്ലെങ്കിലും സാരമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതു മുന്നണി അയ്യപ്പ ഭക്തരുടെ നെഞ്ചിൽ ചവിട്ടിയെന്നാണ് പരാതി. സുപ്രീം കോടതി വിധിയുടെ മറവിൽ ആചാര ലംഘനം നടത്തിയ പാർട്ടി ഏതെന്ന് കേരളത്തിലെ വിശ്വാസികൾ ഒരിക്കലും മറക്കില്ല എന്നും അയ്യപ്പ സേവാ സമാജം പറഞ്ഞു. കോൺഗ്രസും ഇടതുപക്ഷവും അയ്യപ്പ വിശ്വാസികളെ കബളിപ്പിക്കുന്നതിൽ മത്സരിക്കുകയാണ്. LDF അല്ലെങ്കിൽ UDF എന്ന കഴിഞ്ഞ 6 പതിറ്റാണ്ടു ചരിത്രം തിരുത്തി എഴുതേണ്ട നേരം സമാജമായിരിക്കുകയാണ്. രണ്ടു മുന്നണികളുമില്ലാത്ത ഒരു സർക്കാരായിരിക്കണം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നിലവിൽ വരേണ്ടത്. ആ ദൗത്യം കേരളത്തിലുള്ള വിശ്വാസ സമുദായം ഏറ്റെടുത്തിരിക്കുകയാണെന്ന് ഭക്തർ പറയുന്നു. ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ 18-ന നിവേദനം ഡൽഹിയിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കും നൽകിയിരുന്നു. കേരളത്തിലെ മറ്റു മുന്നണി കക്ഷികൾക്കും പാർലമെന്റ് സ്ഥാനാർത്ഥികൾക്കും അതിന്റെ പകർപ്പും നൽകും. രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിലുള്ള പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും അതാതു ഭാഷയിൽ നിവേദനത്തിന്റെ പകർപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 4 മുതൽ 5 കോടിയോളം വരുന്ന അയ്യപ്പ ഭക്തരും അവരുടെ കുടുംബാംഗങ്ങളും ചേരുമ്പോൾ 18 മുതൽ 20 കോടി അയ്യപ്പ വോട്ടുകളുണ്ട്. അത് തിരഞ്ഞെടുപ്പിൽ വജ്രായുധമായി ഉപയോഗിക്കണമെന്നും സമാജം ആവശ്യപ്പെടുന്നു. വിശ്വാസികൾക്കൊപ്പം ആചാരാനുഷ്ഠാനങ്ങൾ കാത്തു സംരക്ഷിക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം നടത്താമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഭാരതീയ ജനതാ പാർട്ടിക്ക് അയ്യപ്പന്മാരും അവരുടെ കുടുംബാംഗങ്ങളും വോട്ട് രേഖപ്പെടുത്തണമെന്ന പ്രചാരണവും സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരികയാണ്. ആചാര സംരക്ഷണത്തിനു വേണ്ടി ശബരിമല കർമ്മസമിതിയോടൊപ്പം ഒരുമിച്ച് നിന്ന പ്രവർത്തകരെയും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളെയും തേടിപ്പിടിച്ച് കേസിൽപ്പെടുത്തിയ സർക്കാർ വീണ്ടും അയ്യപ്പ വിശ്വാസികളെ പോരിന് വിളിക്കുകയാണ്. അയ്യപ്പന്റെ പൂങ്കാവനവും ശബരിമല ക്ഷേത്രവും തകർക്കാൻ ശ്രമിക്കുന്ന തൽപര കക്ഷികൾക്ക് ഇടതു മുന്നണി സർക്കാർ പരവതാനി വിരിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ജീവൻ കൊടുത്തും തടയാൻ അയ്യപ്പ വിശ്വാസികൾ ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് എന്ന് സമാജം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.